തെരഞ്ഞെടുപ്പ് വരെ എന്തായാലും ഒരു ദിവസം തികച്ചില്ല. തികഞ്ഞ വിജയപ്രതീക്ഷ കോഴിക്കോട്ടും സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. ആനന്ദ് പുതൂരാണ് അവിടെ നിന്ന് ചേരുന്നത്. ആനന്ദ്, രണ്ട് എംപിമാർ തമ്മിലുള്ള മത്സരം നേർക്കുനേർ കണ്ട ഒരു മണ്ഡലം കൂടിയാണ് കോഴിക്കോട്. തീർച്ചയായും അനു, ഈ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം UDFന്റെ ഒരു കുത്തക മണ്ഡലമാണ്. കഴിഞ്ഞ 15 വർഷമായി അത്തരത്തിൽ കോഴിക്കോടിന്റെ MP ആയിട്ടുള്ള MK രാഘവൻ തന്നെയാണ് ഈ തവണയും UDFന് വേണ്ടി കളം പിടിക്കുന്നതിന് വേണ്ടി UDF രംഗത്തിറക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇടതുപക്ഷം എളമരം കരീം, തൊഴിലാളി നേതാവ് കൂടിയായ രാജ്യസഭ MP കൂടിയായ എളമരം കരീമിനെയായിരുന്നു ഇത്തവണ മണ്ഡലം ഏത് വിധേനെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടി നിയോഗിച്ചിരുന്നത്. ഈ രണ്ട് കരുത്തുറ്റ മുന്നണികളോടും പോരടിക്കുന്നതിന് വേണ്ടി NDA കളത്തിലിറക്കിയിരിക്കുന്നത് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ MT രമേശിനെയായിരുന്നു. എന്തായാലും ഈ വടകര പോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിലൊന്നായിരുന്നു കോഴിക്കോട് മണ്ഡലം. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായിട്ട് വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് കോഴിക്കോട് മണ്ഡലം. ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ എല്ലാം അത്തരത്തിൽ ഈറ്റില്ലം എന്ന് തന്നെ കേരളത്തിന് പറയാൻ പറ്റാവുന്ന ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട്. അപ്പോൾ ആ പരമ്പരാഗതമായിട്ടുള്ള വോട്ടുകൾക്ക് പുറമെ പൊതുവെ വരുന്നത്, അതായത് ഈ നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ജില്ലയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അത് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടതാവട്ടെ, അടിസ്ഥാന സൗകര്യങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ടതാവട്ടെ, പശ്ചാത്തല സൗകര്യങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ടതാവട്ടെ, ദേശീയപാതയുമായി ബന്ധപ്പെട്ടതാവട്ടെ, അത്തരം രംഗങ്ങളിലെല്ലാം അല്ലെങ്കിൽ അത്തരം മേഖലകളിലെല്ലാം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഈ വികസന പദ്ധതികൾ വോട്ടായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് BJP തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ കഴിഞ്ഞ 15 വർഷമായി മണ്ഡലത്തിലുടനീളം ആളുകളിലുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിന് പുറമെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മേൽക്കോയ്മയും UDFന് ഈ മണ്ഡലത്തിലുണ്ട്. ഇത്തവണയും MK രാഘവൻ തന്നെ വിജയക്കൊടി പാറിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് UDF ക്യാമ്പ്. നമുക്കറിയാം 33% ന്യൂനപക്ഷ വോട്ടുകളുള്ള ഒരു മണ്ഡലം കൂടിയാണ് കോഴിക്കോട്. അപ്പോൾ ആ തലത്തിൽ CAA പ്രചാരണ വിഷയങ്ങളെല്ലാം ശക്തമായിക്കൊണ്ട് ഇടതു വലത് മുന്നണികൾ രംഗത്ത് വന്നിരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട കോട്ടകളിലൊന്നാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തലത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൺസോളിഡേഷൻ തീർച്ചയായും UDFലേക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് UDFന്. ആ തലത്തിൽ എക്സിറ്റ് പോളുകൾ വിജയം പ്രവചിക്കുന്നതും എല്ലാ എക്സിറ്റ് പോളുകളും വിജയം പ്രവചിക്കുന്നതും കോഴിക്കോട് UDFന് തന്നെയാണ്. എന്തായാലും ഈ ഇടതുപക്ഷം കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം കോഴിക്കോട് വന്നുകൊണ്ട് ഈ CAA പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർത്തിക്കാട്ടുകയും ആ തലത്തിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനുള്ള ഒരു ശ്രമം ഇടതുപക്ഷം കാലങ്ങളായി ചെയ്തു വരികയും അത് എത്രത്തോളം പ്രയോജനത്തിലെത്തി അല്ലെങ്കിൽ എത്രത്തോളം അത് വിജയത്തിലെത്തി എന്നുള്ള ഒരു സംശയം അവശേഷിക്കുന്നുണ്ട്. അത് തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ട് മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളതിനാണ് ഇടതുപക്ഷത്തിന്റെ ഒരു രീതി ഉണ്ടായിരുന്നത്. അത് വിജയം കണ്ടോ എന്ന് പറയുന്നത് ഈ മണിക്കൂറുകൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഈ സമസ്ത ലീഗ് പോരുകളെല്ലാം അത്തരത്തിൽ ഇടതുപക്ഷത്തിന് ഒരു മേൽക്കോയ്മ അത്തരം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉണ്ടായോ എന്നുള്ള ഒരു സംശയം എന്തായാലും UDF ക്യാമ്പിലുണ്ട്. പക്ഷേ വിജയപ്രതീക്ഷയിൽ അവർ ഒരു തരി പോലും പിന്നോട്ടില്ല. അനു.